നമസ്കാരം. ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള ഉപരോധങ്ങളുടെ പുതിയ വല വിരിച്ചപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഒരു പേരിലേക്ക് പതിച്ചു. അലി അൻസാരി. ദുബായ് ആസ്ഥാനമാക്കി കോടികളുടെ സാമ്രാജ്യം പടുത്തുയർത്തിയ ഈ ബിസിനസ് മാഗ്നറ്റ് വെറുമൊരു ധനാഢ്യനായിരുന്നില്ല. ഇറാന്റെ പരമോന്നത നേതാവിന്റെ പുത്രൻ മുജ്തബ ഖമേനിയുടെ പ്രധാന സാമ്പത്തിക ഇടപാടുകാരനും ദുരൂഹതകൾ നിറഞ്ഞ ഡീലുകളുടെ ആളുമായിരുന്നു. ഈ ഒരു കളി ഗൗരവമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിലക്കുകളുടെ കെട്ടഴിച്ച അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അൻസാരിയുടെ പേര് തങ്ങളുടെ കരിമ്പട്ടികയിൽ ചേർത്തപ്പോൾ ഇത് വെറുമൊരു സാമ്പത്തിക നീക്കമല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടിയായിരുന്നു ഇത്. ഇദ്ദേഹം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് രഹസ്യമായി സാമ്പത്തിക സഹായം നൽകിയെന്നും പൊതുപണം ദുരുപയോഗം ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് വാണിജ്യ നിക്ഷേപങ്ങൾ നടത്തിയെന്നും അമേരിക്ക ആരോപിക്കുന്നുണ്ട്. ഹോങ്കോങ്ങിലും യുഎയിലുമുള്ള നിഗൂഢമായ ഷെൽ കമ്പനികൾ ഇറാനിയൻ ബാങ്കുകൾക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണ്യ ഇടപാടുകൾ നടത്തുന്ന 3 മണി എക്സ്ചേഞ്ച് ഹൗസുകൾ അൻസാരിക്ക് പുറമെ 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കൂടിയാണ് അമേരിക്ക തങ്ങളുടെ വലയിലാക്കിയത്. ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിക്കോട്ട് വ്യക്തമാക്കിയപ്പോൾ ഇത് വെറുമൊരു സാമ്പത്തിക ഭദ്രത നോക്കൽ മാത്രമല്ല എന്ന് വ്യക്തമാണ്. മുൻപ് ബ്രിട്ടനും അൻസാരിക്കെതിരെ സമാനമായ നടപടി എടുത്തിരുന്നു. എന്നാൽ ഈ ഷാഡോ ഡീൽ മേക്കർ എത്രത്തോളം വലുതാണെന്ന് അടിവരയിടുന്നു. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എങ്കിലും ഇറാനുമായി ചർച്ചകൾ തുടരാൻ തയ്യാറാണെന്നും ട്രംപ് അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നെങ്കിലും അടുത്ത കാലത്ത് ഇരു രാജ്യങ്ങളും ഒരു സമാധാന കരാറിൽ എത്താൻ സാധ്യതയില്ല എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. ഇതിനിടെ ഇറാന്റെ തെക്കുകിഴക്കൻ തീരപ്രദേശത്തെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ചാബഹാറിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ US വ്യോമാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ തുറമുഖത്തെ ടവറുകൾ അടക്കമുള്ള സൗകര്യങ്ങൾക്ക് കേടുപാടുള്ളതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ അടുത്തിടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് USന് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും 2 അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. എന്തായാലും വാൾ സ്ട്രീറ്റ് ജേണലും സമാന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു.